സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് മാതാവിന് ഗുളിക നൽകിയതിനു ശേഷം ഷാൾ മുറുക്കി കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച ശേഷം മകൻ ആത്മഹത്യ ചെയ്തു. കൊല്ലം ആയൂരിലാണ് സംഭവം. ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യുപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അഞ്ചൽ, കൊല്ലം, കേരള, ഇന്ത്യ. ആയൂർ ഇളമാട് വടക്കേവിള രഞ്ജിത്ത് ഭവനിൽ രഞ്ജിത്താണ് ആത്മഹത്യ ചെയ്തത്. അമ്മ സുജാതയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ അമ്മയും മകനും കൂടി ഭക്ഷണം കഴിച്ച ശേഷം സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് മരിക്കുവാനായി തീരുമാനിക്കുകയായിരുന്നു. തുടർന്ന് അമ്മ കഴിക്കുവാനായി വച്ചിരുന്ന ഷുഗറിന്റെ ഗുളികകൾ മകനും അമ്മയും കൂടി കഴിച്ചു. അമ്മയുടെ നിർദ്ദേശപ്രകാരം കഴുത്തിൽ ഷോളിട്ട് മുറുക്കുകയും ചെയ്തു. അമ്മ മരണപ്പെട്ടു എന്ന് വിചാരിച്ച മകൻ മുറിയിലെ ഫാനിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. ശനിയാഴ്ച രാവിലെ ആയൂർ KSCBയിലെ ജീവനക്കാരൻ പണം അടയ്ക്കാത്തതിനെ തുടർന്ന് ഫ്യൂസ് ഊരുവാനായി എത്തിയപ്പോഴാണ് വീട്ടിലെ മുറിക്കുള്ളിൽ നിന്ന് വെള്ളം വേണം എന്നുള്ള ശബ്ദം കേട്ടത്. രഞ്ജിത്തിന്റെ അമ്മയ്ക്ക് സുഖമില്ലായിരുന്നു. കാലിന്റെ ഉപ്പുറ്റി പഴുത്ത് പിന്നെ മാംസം കട്ട് ചെയ്ത് ചികിത്സയിലായിരുന്നു. ഷുഗർ കൂടുതലുണ്ടായിരുന്നു. മാനസികമായി രണ്ടുപേരും തള്ളയും മകനും ഒരു വല്ലാത്ത സ്ഥിതിയിൽ കഴിഞ്ഞു കൂടുമായിരുന്നു. രണ്ടുപേരും കൂടെ ഇന്ന് ഈ മരിച്ച രഞ്ജിത്തിന്റെ അമ്മയോട് ചോദിച്ചവൻ പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഗുളിക കഴിക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം തോർത്തിട്ട് മുറുക്കി എന്നെ കൊലപ്പെടുത്താൻ അവർ മോൻ്റെ കൂടെ പറഞ്ഞു എന്നാണ് ഇവർ പറയുന്നത്. എന്നിട്ട് തോർത്തിട്ട് മുറുക്കി ഇവർ ബോധം കെട്ട് വീണപ്പോൾ അവൻ വിചാരിച്ച് കാണും എന്ന് സംശയിക്കുകയാണ്. അമ്മ മരിച്ചുപോയി, ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവൻ റൂമിൽ കയറി തൂങ്ങി മരിക്കുന്നത്. രാവിലെ നിലവിളി കേട്ടിട്ടാണ്, തള്ള കിടന്ന് നിലവിളിക്കുന്ന സൗണ്ട് കേട്ടിട്ടാണ് അയൽവാസികളെല്ലാം കൊണ്ട് ഓടിക്കൂടുകയും വാർഡ് മെമ്പർമാരെയെല്ലാം വിളിച്ച് നോക്കി കതവ് ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറിയപ്പോൾ അവർ മൂത്രത്തിലെല്ലാം കുളിച്ച് കിടക്കുന്നു. ഇവൻ അടുത്ത റൂമിൽ തൂങ്ങിയിരിക്കുന്നു. തുടർന്ന് തൊട്ടടുത്തുള്ള വീട്ടിലെത്തി KSCB ഉദ്യോഗസ്ഥൻ വിവരങ്ങൾ അറിയിച്ചു. അയൽവാസി നടത്തിയ പരിശോധനയിലാണ് അബോധാവസ്ഥയിലായ അമ്മയെയും തൂങ്ങി മരിച്ച നിലയിൽ മകനെയും നാട്ടുകാർ കണ്ടത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ചടയമംഗലം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. ന്യൂസ് കേരളം, കൊല്ലം. ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കാലാവധി 1 വർഷം. വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ്. കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു. ആയതിനാൽ ഓപ്പറേറ്ററുമാകാം, ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറുമാകാം. യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം. പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു. ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും 24 വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു. താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി. ഫീസ് തവണകളായി അടയ്ക്കാം. പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു. അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുക. JCB, മൊബൈൽ ഹൈഡ്രാ ക്രെയിൻ, ഫോക്ക് ലിഫ്റ്റ് മാനുവൽ, ഫോക്ക് ലിഫ്റ്റ് ഓട്ടോമാറ്റിക്, ഫോക്ക് ലിഫ്റ്റ് ഇലക്ട്രിക്കൽ, ടെലസ്കോപ്പിക് ഹെവി ക്രെയിൻ, ഇലക്ട്രിക്കൽ റിമോട്ട് മൊബൈൽ ടവർ ക്രെയിൻ, ബോബ്കാറ്റ്, ഷവൽ, ഡോസർ, ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡർ, ടെലിഹാൻഡർ ബൂം ലോഡർ, ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ 14 എക്യുപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു. ഇതിനൊപ്പം 4 വീലർ ഇല്ലാത്തവർക്ക് 4 വീലറും കൂടെ പഠിപ്പിക്കുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന 18 വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം. ഇന്നു തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യുപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അഞ്ചൽ, കൊല്ലം, കേരള, ഇന്ത്യ.